കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ദേശീയപാതയിൽ കന്യാകുമാരിയിൽ നിന്നും 65 കിലോമീറ്റർ ദൂരത്തിലും തിരുവനന്തപുരത്ത് നിന്നും 30 കിലോമീറ്റർ ദൂരത്തിലുമുള്ള മനോഹരമായ ഗ്രാമമാണ് കൊല്ലങ്കോട്. വയലുകളാലും തെങ്ങിൻ തോപ്പുകളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രം. ഇത് ഭക്തിയുടെ പ്രകൃതിബന്ധമായ ഒരു കാഴ്ച തന്നെയാണ്. തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനവും പ്രശസ്തവുമായ ക്ഷേത്രമാണ് കന്യാകുമാരി ജില്ലയിലെ വിളമങ്കോട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണെങ്കിലും കേരളത്തിന്റെ തിരുവനന്തപുരം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമമാണ് കൊല്ലങ്കോട്. പ്രത്യക്ഷത്തിൽ തന്നെ ഒരു കേരള തനിമ നമുക്കിവിടെ കാണാം. കേരളീയ മാതൃകയിലാണ് കൊല്ലങ്കോട്ടെ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഭക്തജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും മലയാളികൾ തന്നെ. ക്ഷേത്രത്തിലെ ദേവീ സങ്കല്പം വടക്കോട്ട് ദർശനമായി ഇരട്ട മുടിയിലാണ് കുടികൊള്ളുന്നത്. ഭദ്ര, രുദ്ര എന്നിവയാണ് പ്രധാന പ്രതിഷ്ഠകൾ. ജ്യേഷ്ഠാനുജത്തിമാരുടെ ഭാവത്തിലാണ് ഭദ്രാ ഭഗവതിയെയും രുദ്ര ഭഗവതിയെയും ഭക്തർ കാണുന്നത്. ശിവൻ, ഗണപതി, നാഗരാജാവ്, ബ്രഹ്മരക്ഷസ് എന്നിവയാണ് ക്ഷേത്രത്തിലെ ഉപദേവതമാർ. ക്ഷേത്ര ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്നതിന് ഭക്തർക്ക് 100 നാവാണ്. ക്ഷേത്ര ഐതിഹ്യത്തിന് മൂലക്ഷേത്രത്തിൽ നിന്നും 200 മീറ്റർ ദൂരത്തുള്ള ഒരു തറവാട്ട് കിണറുമായുള്ള ബന്ധം കാണാം. കിണറ്റിൽ നിന്നും വെള്ളം കോരവേ തറവാട്ടിലെ പണിക്കാരി സ്ത്രീക്ക് ഒരു അടയ്ക്ക പാക്ക് ലഭിച്ചതാണ് തുടക്കം. പാക്ക് 2ആയി മുറിച്ച് പിളർത്തി നോക്കുമ്പോൾ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് രക്തം വന്നത്രേ. കൊല്ലങ്കോട്ടെ പുറക്കാൽ വീട്ടിലെ ഈ കിണറ്റിൽ ദേവീ ചൈതന്യമുള്ള ചാളഗ്രാം പണ്ടെന്നോ ഒരു പരദേശി ബ്രാഹ്മണൻ നിക്ഷേപിച്ചിരുന്നുവെന്നും ആ ചൈതന്യമാണ് പിന്നീട് വെളിവായതെന്നുമാണ് ഭക്തരുടെ വിശ്വാസം. ഇതിനെക്കുറിച്ച് പ്രശ്നം വയ്ക്കുകയും ദേവവിധി പ്രകാരം ഇവിടെ ദേവീ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കിയെന്നുമാണ് പഴമക്കാർ പറയുന്നത്. അതിനുശേഷമാണ് ദേവിയെ വെച്ചുപാസിക്കാൻ തുടങ്ങിയത്. ഇവിടെ 2 വിഗ്രഹങ്ങളുണ്ട്, ഭദ്രയും രുദ്രയും. 2 ഭാവങ്ങളാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ വന്നിട്ട് മുടി വിഗ്രഹമാണെങ്കിലും സാളഗ്രാം പ്രതിഷ്ഠ. ആ സ്ത്രീയുടെ പിന്മുറ കുടുംബക്കാരായ കൊല്ലങ്കോട് വംശത്തിൽപ്പെട്ടവരാണ് ഇപ്പോഴും ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നത്. ഉപദേവന്മാരെ പൂജിക്കുന്നതിനായി ബ്രാഹ്മണ പൂജാരിമാരും ഉണ്ടിവിടെ. ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പൂജാരിമാര് കൊല്ലൽ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എല്ലാ ജാതിക്കാർക്കും തൊഴാനും ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനുമുള്ള റൈറ്റ് ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ ദിവസവും രാവിലെ 5 മണിക്ക് നട തുറക്കുകയും 12 മണിക്ക് നട അടയ്ക്കുകയും ചെയ്യും. വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയാണ് ഭക്തജനങ്ങൾക്ക് ദർശനം. പ്രധാന വഴിപാടുകൾ: ഗണപതി ഹോമം, ഭരതൻ പൂജ, ഉദയമട പൂജ, തുലാഭാരം, കുഞ്ഞൂണ്, ചുറ്റുവിളക്ക്, പൊങ്കാല, കുത്തിയോട്ടം, പിതിപ്പാനം, വിദ്യാരംഭം, അർച്ചന എന്നിങ്ങനെയുണ്ടെങ്കിലും ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ നേർച്ച തൂക്ക് നേർച്ച തന്നെയാണ്. എന്നാൽ ഇവിടുത്തെ ആചാരങ്ങളിൽ വളരെ പ്രധാനമുള്ളതാണ് പൊങ്കാല സമർപ്പണം. നിശ്ചിത ദിവസമോ സമയക്രമമോ ഒന്നുമില്ലാതെ അഭീഷ്ട വരദയാനിയായ അമ്മയ്ക്ക് ഭക്തർ പൊങ്കാല സമർപ്പിക്കുന്നത് പതിവ് കാഴ്ചയാണ്.
മീനമാസത്തിലെ ഭരണി ദിവസമാണ് പ്രധാന ഉത്സവം. ഉത്സവം 10 ദിവസം നീണ്ടു നിൽക്കും. മൂലക്ഷേത്രത്തിൽ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള വെങ്കഞ്ചി മുടിപ്പുരയിലേക്ക് ദേവിയെ എഴുന്നള്ളിക്കുന്നു. അവിടെയാണ് നേർച്ച തൂക്കം വഴിപാടുകൾ നടക്കുന്നത്. പൊതുവിൽ തൂക്കമെന്ന് പറയപ്പെടുന്ന വില്ലിന്മേൽ പിള്ളത്തൂക്കം ആദ്യമായി ആരംഭിച്ചത് ഇവിടെയാണ്. നേർച്ചക്കാരുടെ ബാഹുല്യത്താൽ ഏറെ ശ്രദ്ധേയമാണ് കൊല്ലങ്കോട് തൂക്കം. തൂക്കങ്ങളുടെ തൂക്കമാണ് കൊല്ലങ്കോട് തൂക്കമെന്ന് പറയാം. മീനമാസത്തിലെ ഭരണി നക്ഷത്രത്തിൽ നടക്കുന്ന തൂക്കമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് നേർച്ച. തൂക്കം നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ലഭിക്കാതെ വർഷങ്ങളോളം കാത്തിരിക്കുന്ന ആളുകൾ കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് തൂക്കം നടത്താമെന്ന പ്രാർത്ഥനയുടെ പേരിൽ അവർക്ക് കുഞ്ഞ് ലഭിക്കുകയും ആ കുഞ്ഞുങ്ങൾക്കാണ് ഇവിടെ സാധാരണ തൂക്കം നടത്താറുള്ളത്. ദേവീ സാന്നിധ്യം ആദ്യം അറിഞ്ഞ കിണറിനടുത്ത് ഇറക്കി പൂജയും ദേശപരിക്രമവും കഴിഞ്ഞാണ് വെങ്കഞ്ചി മുടിപ്പുരയിലേക്ക് ദേവി എത്തുക. വെങ്കഞ്ചി മുടിപ്പുരയിൽ ഉത്സവം കഴിഞ്ഞാൽ പ്രത്യേക പൂജകളൊന്നും ഉണ്ടാവാറില്ല. ഞങ്ങളവിടെ എത്തുമ്പോൾ വിജനമായിരുന്നു. തൂക്കവില്ലും ചരിത്ര പ്രസിദ്ധമായ തൂക്കം നടക്കുന്ന മണ്ണും തൊട്ടു വണങ്ങാനായി. അരയാലുകളാൽ ചുറ്റപ്പെട്ടതായിരുന്നു ക്ഷേത്ര പരിസരം. തൂക്കവില്ല് അമ്പലം ചുറ്റുന്നതിനായി ഈ വർഷം മുതൽ കോൺക്രീറ്റ് പാതയൊരുക്കിയിരിക്കുന്നു. മികച്ച കലാകാരന്മാരും മേളക്കാരും ആനയും അമ്പാരിയുമെല്ലാം ഉത്സവത്തിന് മാറ്റുകൂട്ടുന്നു. ജാതി മത ഭാഷാ ഭേദമില്ലാതെയാണ് ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്നത്. ഈ നാടിന്റെ ദേശീയ ഉത്സവമാണ് തൂക്കം. 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന കാളിയൂട്ട് ചടങ്ങിനുള്ള ക്ഷേത്ര ചുമതലക്കാരുടെ ചിന്തകൾക്കിടെയാണ് ഞങ്ങളുടെ ഈ ക്ഷേത്ര ദർശനം നടന്നത്. കാളിയൂട്ടിന് സാക്ഷ്യം വഹിക്കുന്നതിനായി ജനലക്ഷങ്ങളാണ് ഇവിടെ എത്തിച്ചേരുക. അത് കഴിഞ്ഞ 24 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നതാണ് കാളിയൂട്ട്. മാർച്ച് 7-ാം തീയതി ആരംഭിച്ച് മാർച്ച് മാസം 18-ാം തീയതി നിലത്തിൽപ്പോരോടുകൂടി സമാപിക്കും. ഈ കാളിയൂട്ട് നടക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്തുള്ള വയലിലാണ്. അന്ന് താൽക്കാലികമായിട്ടുള്ള അമ്പലവും താൽക്കാലിക പുരകളും കെട്ടി അവിടെ വെച്ചാണ് ഉത്സവം നടക്കുന്നത്. വഴിപാടുകൾ പോലും 2 ദേവിമാർക്കുമായി ഒരുപോലെ സമർപ്പിക്കുന്ന ആചാരവിശേഷം. ഞങ്ങൾ എത്തുമ്പോൾ കണ്ട ഈ മുത്തുക്കുട സമർപ്പണം തന്നെ ഈ ആചാരത്തിന്റെ ഏറ്റവും നല്ല ദൃശ്യമാണ്. കൂടാതെ ധാരാളം കുഞ്ഞുങ്ങളെ ചോറൂണിനായി ഇവിടെ എത്തിച്ചേരുന്നതും കണ്ടു. ഒരൊറ്റ മുടിപ്പുരയിൽ 2 ദേവിമാർ. ഉത്സവത്തിനായി 2ാമതൊരു മുടിപ്പുര. 2 സംസ്ഥാനങ്ങളുടെ അതിർത്തി ദേശം. അങ്ങനെ വിശേഷങ്ങൾ കൊണ്ടും ശക്തി പ്രഭാവം കൊണ്ടും വേറിട്ടു നിൽക്കുന്ന കൊല്ലങ്കോട്. ക്ഷേത്ര മഹിമയറിഞ്ഞെത്തുമ്പോൾ കളങ്കമറ്റ സമർപ്പണ ഭാവമാണ് വേണ്ടത്. തൂക്ക പെരുമയുടെ കഥ പറയാനെത്തുമ്പോൾ മനസ്സിലെ അഹംബോധത്തിന്റെ തൂക്കം ഇത്ര ഇല്ലാതാകുമെന്ന് കരുതിയില്ല. ശക്തി സ്വരൂപിണിയായ ദേവിയുടെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഭക്തജനങ്ങൾക്ക് ആവേശമായിരുന്നു. ക്ഷേത്രങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും കുറിച്ചുള്ള ഞങ്ങളുടെ കേരളത്തിന് പുറത്തേക്കുള്ള ആദ്യ തീർത്ഥാടനമായിരുന്നു ഇത്. കൊല്ലങ്കോട് അമ്മയുടെ ദർശന സൗഭാഗ്യത്തിന് ശേഷം ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങി. ഭക്തജനങ്ങളുടെ ഇഷ്ടക്ഷേത്രമായ ഇവിടുത്തെ പെരുമ ഭക്തലോകത്തെത്തിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ യാത്ര തുടരുന്നു.